മത്തനപ്പം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ജാതി ഇല പറിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഴ ഇലയും പറിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മത്തനപ്പത്തിന് വേണ്ട മത്തൻ പീശാങ്കത്തി കൊണ്ട് മുറിച്ചെടുത്തു വേണ്ടത്ര. എന്നിട്ടാകുമ്പോൾ അത് കുഞ്ഞി കുഞ്ഞി കഷ്ണാക്കി തോലെല്ലാം കളഞ്ഞ് വെച്ചു. അതിൽ പകുതി ഭാഗം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ പൊതിർത്ത് വെച്ച പച്ചരി വൈകുന്നേരം ആകുമ്പോൾ അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച മത്തനും അതുപോലെ തന്നെ ബാക്കിയിലെ കഷ്ണവും ഇട്ട് തേങ്ങ ചിരകിയതും ഉപ്പും ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വെള്ളപ്പാവ് ആക്കുവേന്ന്. വെള്ളപ്പാവ് ആക്കാൻ 6 ആണി വെല്ലാന്ന് എടുത്തിട്ടില്ല. എന്നിട്ടാകുമ്പോൾ അരിപ്പയിൽ അരിച്ചെടുത്തു, അതിലൊന്നും കരട് വരുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ നേരത്തെ ആക്കിയ മാവിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുപ്പിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ആവിയാക്കാൻ വേണ്ടി ഇഡ്ഡലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആവിയാക്കാൻ വെച്ചു. എന്നിട്ടാകുമ്പോൾ ജാതിച്ചപ്പലയിൽ വേണ്ട മാവ് ഒഴിച്ച് നല്ല വൃത്തിയിൽ ജാതിച്ചപ്പല മടക്കിയിട്ടാകുമ്പോൾ ആവി വെക്കേണ്ട പാത്രത്തിൽ വെച്ച് മൂടി വെച്ചു. അപ്പം നമ്മൾ മത്തനപ്പം റെഡി ആയിട്ടുണ്ട്. വാഴയിലയിൽ വെച്ചതും ജാതിച്ചപ്പലയിൽ വെച്ചതും തമ്മിൽ നല്ല കളർ വ്യത്യാസമുണ്ട്. ജാതിച്ചപ്പലയിൽ വെച്ചതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അമ്മക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ